ഗൈസ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ BSc AT ആൻഡ് OT എന്ന് പറയുന്ന ഒരു കോഴ്സ് എന്തുകൊണ്ട് കർണാടകയിൽ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയാണ്. ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ജോബ് റോൾസ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതിനെ പറ്റിയെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ഒന്ന് ആ വീഡിയോസ് കാണുക. മാത്രമല്ല ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് കർണാടക ചൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൽ ജോയിൻ കൂടി ചെയ്യുക. BSc AT ആൻഡ് OT അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു കോഴ്സ് അലൈഡ് ഹെൽത്ത് സയൻസ് സെക്ടറിലെ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ നോളജും ക്ലിനിക്കൽ എക്സ്പോഷറും അത്രയധികം മാൻഡേറ്ററിയുമായിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം അത് നിങ്ങളുടെ ജോബിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജിനെ ബാധിക്കാമെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ക്യാമ്പസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിയറി നോളജ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പുറമെ പ്രാക്ടിക്കൽ നോളജ് ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കണം. കാരണം ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ ജോബ് റോൾ വരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിന് അകത്തും അല്ലെങ്കിൽ അതിന് പുറത്തുമായിരിക്കും. ഒരു ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ആയിട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഡ്യൂട്ടി ഓപ്പറേഷൻ തിയേറ്ററിന് അകത്താണ്. ഇനി അനസ്തേഷ്യ ആണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു ഭാഗമാകേണ്ട ആവശ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ എപ്പോഴും നടക്കുന്നത് സർജറീസ് ആണ്. സർജറി എന്ന് പറയുന്നത് പ്യുവർലി പ്രാക്ടിക്കൽ നോളജ് ബേസ്ഡ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലി നോളജ് കുറവാണ് എന്നുണ്ടെങ്കിൽ അത് സർജറിയെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് പ്രാക്ടിക്കൽ നോളജ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരിക്കലും പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സ്പോഷർ ഈ ഒരു കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്ന് അല്ല. കാരണം തിയറി നോളജ് നിങ്ങൾക്ക് എത്രത്തോളം വേണമോ അതിൻ്റെ 2 ഇരട്ടി നോളജെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഈ ഒരു കോഴ്സിന് ആവശ്യമുള്ളതായിട്ട് വരും. ഇനി അങ്ങനെയുള്ള ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജും തിയററ്റിക്കൽ നോളജും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 3 വർഷത്തെ കോഴ്സിന് ശേഷം നിങ്ങൾ 1 വർഷത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഒരു നല്ല ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമ്പസുകൾ ഏതാണെന്നുള്ളത് നിങ്ങൾ കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് മികച്ചതായി പഠിച്ചിറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കോളേജുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി BSc OT ആൻഡ് AT എന്ന് പറയുന്ന ഒരു കോഴ്സ് കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് വളരെ കുറവാണ്. നമുക്ക് കേരളത്തിൽ ഈ 2 കോഴ്സുകളും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ ഇല്ല, കേരളത്തിൽ ഇല്ല. പക്ഷെ എന്നാൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ, അതായത് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഒരുമിച്ച് പഠിച്ചിറങ്ങാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു കോഴ്സ് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിറങ്ങുന്നതിലുള്ള ഗുണം എന്താണ്? കാരണം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ തന്നെ ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അനസ്തേഷ്യ ചൂസ് ചെയ്യണോ ഓപ്പറേഷൻ തിയേറ്റർ ചൂസ് ചെയ്യണോ എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് ഒരു പ്ലസ് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളൊരു അനസ്തേഷ്യ ടെക്നീഷ്യൻ ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു നോളജ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ചും നിങ്ങൾക്ക് ഒരു നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു കോഴ്സ് ഒരുമിച്ച് പഠിക്കുന്നതിലൂടെ സാധിക്കും. ഇനി ഈ ഒരു കോഴ്സ് കമ്പൈൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് നമുക്ക് കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കർണാടക എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രാക്ടിക്കൽ എക്സ്പോഷറും തന്നുകൊണ്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ക്യാമ്പസസ് ഇവിടെ ലഭ്യമാണ്. അത് മാത്രമല്ല, നിങ്ങൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് ഏതൊരു കോഴ്സ് ചൂസ് ചെയ്തിരുന്നാലും മെയിനായിട്ട് നോക്കേണ്ട ഒന്നാണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട്. ഈ ഹോസ്പിറ്റൽസ് തന്നെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് പോകാൻ സാധിക്കും. 1 മെഡിക്കൽ കോളേജ് ഉള്ള ക്യാമ്പസ്, 2 സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉള്ള ക്യാമ്പസ്, ഇനി 3 എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജും സ്വന്തമായിട്ട് ഹോസ്പിറ്റലും ഇല്ല, പക്ഷേ എന്നാൽ മറ്റ് ടോപ്പ് ക്യാമ്പസുകളിലെ അല്ലെങ്കിൽ മറ്റ് ടോപ്പ് ഹോസ്പിറ്റലുകളുമായിട്ട് പാർട്ട്നേർഡ് ആയിട്ടുള്ള ക്യാമ്പസ് ആണോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യണം. ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്, എന്നാൽ ജോലി സാധ്യത വളരെ കൂടുതലാണ്. അതും ഹൈ പെയ്ഡ് സാലറിയിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഉറപ്പായും ചെറിയ ഹോസ്പിറ്റലുകളിൽ സർജറി എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഉറപ്പായിട്ടും സർജറി വരുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽസുകളിൽ വർക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഹൈ പെയ്ഡ് ആയിട്ട് ഉള്ള സാലറി ലഭിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം ബേസ് ഇരിക്കുന്നത്
ഇരിക്കുന്നത് നിങ്ങൾ ഏത് കോളേജ് ചൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. നിങ്ങൾ പഠിക്കുന്ന കോളേജിന് അല്ലെങ്കിൽ ക്യാമ്പസിന് ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരിക്കണം. മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി, പ്രാക്ടിക്കൽ എക്സ്പോഷർ, ക്ലിനിക്കൽ നോളജ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണം. അത് മാത്രമല്ല, ഇതിനുശേഷം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ നൽകുന്ന ഒന്നാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുകൂടാതെ ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് വളരെ നന്നായി ലീഡ് ചെയ്യാൻ സാധിക്കും. കർണാടകയിൽ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെയും നിങ്ങൾക്ക് ഒരുപാട് ഫേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വരുന്ന ഒരാളാവുമ്പോൾ പലപ്പോഴും നിങ്ങൾ പറ്റിക്കപ്പെടാം. കാരണം നിങ്ങൾ ക്യാമ്പസ് മാത്രം കണ്ട് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവിടെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ ബ്രാൻഡ് വാല്യൂ ഉള്ള, നിങ്ങൾക്ക് വേണ്ട ക്ലിനിക്കൽ എക്സ്പോഷറും പ്രാക്ടിക്കൽ നോളജും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന മികച്ച ക്യാമ്പസുകൾ ഏതാണോ അതിൽ നിന്നും ഏറ്റവും മികച്ചത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് ക്യാമ്പസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ ക്വയറീസിനും ഫ്രീ കരിയർ ഗൈഡൻസിനും ആ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും വാട്സപ്പ് ചാനൽ ത്രൂ നൽകുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ചാനലിൽ കൂടി ജോയിൻ ചെയ്ത് ഇനിയുള്ള BSc OT and AT റിലേറ്റഡ് വീഡിയോസ് മിസ് ചെയ്യാതെ കാണുക.